സഭാവാർത്തകൾ വായിക്കുന്നത് ആതിര. നമുക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന ദിവ്യകാരുണ്യനാഥന്റെ തിരുനാൾ ആശംസകൾ ഏവർക്കും നേരുന്നു. വത്തിക്കാൻ വാർത്തകൾ. സമാധാനത്തിന്റെ പുളിമാവാകാൻ യുവതയ്ക്ക് കഴിയുമെന്ന് പരിശുദ്ധ ലയോ 14 പാപ്പ. വത്തിക്കാൻ. ജൂൺ 15 ഞായറാഴ്ച രക്തസാക്ഷി ഫ്ലോറിബർത്തിനെ റോമിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് എത്തിയിരുന്ന അദ്ദേഹത്തിന്റെ അമ്മയും ബന്ധുമിത്രാദികളും അദ്ദേഹം അംഗമായിരുന്ന വിശുദ്ധ എജീദിയോയുടെ സമൂഹത്തിന്റെ പ്രതിനിധികളും ഉൾപ്പെടെയുള്ള തീർത്ഥാടകരെയും വത്തിക്കാനിൽ സ്വീകരിച്ച് സംബോധന ചെയ്ത വേളയിലാണ് സമാധാനത്തിന്റെ പുളിമാവാകാൻ യുവതയ്ക്ക് കഴിയുമെന്ന് പരിശുദ്ധ ലയോ പാപ്പ പറഞ്ഞത്. കോങ്കോ സ്വദേശിയായിരുന്ന 26 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഫ്ലോറിബർത്ത് അഴിമതിയെ ചെറുത്തതിന്റെ ഫലമായി 2007 ജൂലൈ 8 ഗോമയിൽ വെച്ച് വധിക്കപ്പെട്ടത്. അതിരൂപത വാർത്തകൾ. കെയർ ചെല്ലാനം കൊച്ചി. വൈദികരുടെ ഉപവാസ സമരവും ബഹുജന പ്രതിഷേധ റാലിയും. കൊച്ചി. ചെല്ലാനം കണ്ണമാലി തീരദേശത്തെ കടലാക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് നേരെയുള്ള സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ആലപ്പുഴ കൊച്ചി രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജൂൺ 20 രാവിലെ 10 മുതൽ BOT ജംഗ്ഷനിൽ വൈദികരുടെ ഉപവാസ സമരവും ബഹുജന പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. വൈകിട്ട് 3 മണിക്ക് സാന്തോം പള്ളിയിൽ നിന്നും പള്ളുരുത്തിയിൽ നിന്നും BOT പാലത്തിലേക്കുള്ള ജനപങ്കാളിത്ത പ്രതിഷേധ റാലി ഉപവാസ പന്തലിൽ സമാപിച്ചു. വിശ്വാസ പരിശീലന കമ്മീഷൻ വാർത്തകൾ. ഓരോ ഇടവകയിലും തിരുവാല സഖ്യം ഉദ്ഘാടനം ഇന്ന് നടത്തപ്പെടുന്നു. സൺഡേ കെയർ മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഈ സഖ്യത്തിൽ അംഗങ്ങളാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള അപകട രക്ഷാ ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ട അവസാന രജിസ്ട്രേഷൻ ദിവസം ജൂൺ 30. PTA ഇടവക തലത്തിൽ ജൂലൈ 20 മുമ്പ് രൂപീകരിക്കണം. PTA കൺവീനർ, സെക്രട്ടറി, ക്ലാസ് പ്രതിനിധി എന്നിവരെ തിരഞ്ഞെടുക്കണം. സഭാ വാർത്തകൾ ഇനി അടുത്ത ഞായറാഴ്ച.